പ്രേം നസീർ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമയാണ് ത്യാഗസീമ. എന്നാൽ ആ സിനിമ റിലീസായില്ല. തുടർന്ന് മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ആ സിനിമ 1952 മെയ് 9 റിലീസാവുകയും ചെയ്തു. കെടാമംഗലം സദാനന്ദൻ രചന നിർവഹിച്ച സിനിമ സംവിധാനം ചെയ്തത് MK ചാരിയാണ്. പ്രേം നസീർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അബ്ദുൽ ഖാദർ എന്ന യഥാർത്ഥ നാമമാണ് നിലനിന്നിരുന്നത്. അദ്ദേഹത്തിന്റെ റിലീസായ രണ്ടാമത് ചിത്രമായ വിശപ്പിന്റെ വിളി എന്ന സിനിമയോട് കൂടിയാണ് പ്രേം നസീർ എന്ന നാമം തിക്കുറിശ്ശിയിൽ നിന്നും സ്വീകരിച്ചത്. മരുമകൾ എന്ന സിനിമയിൽ പ്രേം നസീറിന്റെ നായികയായി അഭിനയിച്ച നടിയാണ് നെയ്യാറ്റിൻകര കോമളം. ഒരു കാലത്ത് മലയാള സിനിമയിലെ എല്ലാ നായികമാർക്കൊപ്പവും അഭിനയിച്ച പ്രേം നസീറിന്റെ ആദ്യ നായിക എന്ന നിലയിൽ അറിയപ്പെടുന്ന നടിയാണ് കോമള മേനോൻ എന്ന നെയ്യാറ്റിൻകര കോമളം. 1951 കാട് പ്രമേയമാക്കി മലയാള ഭാഷയിൽ ആദ്യമിറങ്ങിയ സിനിമയായ വനമാലയിലൂടെയാണ് കോമളം ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത്. പിന്നീട് ആത്മശാന്തി എന്ന സിനിമയും തുടർന്ന് പ്രേം നസീറിന്റെ നായികയായി മരുമകൾ എന്ന സിനിമയിലും അഭിനയിച്ചു. ചെന്നൈയിൽ വെച്ച് ചിത്രീകരിച്ച ആത്മശാന്തിയിൽ മിസ് കുമാരിയോടൊപ്പമാണ് അവർ അഭിനയിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന പങ്കജാക്ഷ മേനോൻ, അധ്യാപികയായിരുന്ന കുഞ്ഞിയമ്മ എന്നിവരുടെ 7 മക്കളിൽ 5ാമത്തെ കുട്ടിയായാണ് കോമള മേനോൻ ജനിച്ചത്. കോമളത്തിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് മരണമടഞ്ഞു. പിന്നീട് അമ്മാവന്മാരുടെ സംരക്ഷണയിലാണ് അവർ വളർന്നത്. നെയ്യാറ്റിൻകര സെന്റ് തെരേസാസ് ഇംഗ്ലീഷ് കോൺവെന്റ് സ്കൂളിൽ പഠനം നടത്തിയ അവർക്ക് അവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന കാലത്താണ് തിയേറ്റർ മാനേജരായി ജോലി ചെയ്തിരുന്ന സഹോദരി ഭർത്താവ് കയ്യാലം കൃഷ്ണൻ നായർ വഴി നല്ല തങ്ക എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കാനുള്ള ക്ഷണം ലഭിക്കുന്നത്. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ അംഗമായ കോമളത്തിന് ബന്ധുക്കളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നതോടെ നല്ല തങ്കയിലെ അവസരം ഉപേക്ഷിച്ചു. തുടർന്നാണ് വനമാല എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുവാനുള്ള അവസരം ലഭിച്ചത്. കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ അവർ അഭിനയിച്ചു. രണ്ടാമതായി അഭിനയിച്ച ചിത്രമായ ആത്മശാന്തിയിൽ അവർ നായികയുടെ അനുജത്തിയുടെ വേഷം ചെയ്തു. പിന്നീട് പ്രേം നസീറിന്റെ ആദ്യ നായികയായി മരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. F. നാഗൂർ തമിഴ്, തെലുങ്ക്, മലയാള ഭാഷകളിലായി സംവിധാനം ചെയ്ത സന്ദേഹി എന്ന സിനിമയിൽ MGRന്റെ സഹോദരൻ MG ചക്രപാണിയുടെ നായികയായി. പിന്നീട് 1955 റിലീസായ ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമയിലും അഭിനയിച്ചു. ഇക്കാലത്ത് മെറിലാൻഡ് അടക്കമുള്ള വിവിധ സിനിമാ നിർമ്മാണ കമ്പനികൾ അവരുടെ സിനിമകളിൽ അഭിനയിക്കുവാനുള്ള ക്ഷണവുമായി എത്തി. മെറിലാൻഡിൽ ചിത്രീകരിച്ച ഭക്തവിജയ എന്ന ചിത്രത്തിലേക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും അതിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. സമൂഹത്തിൽ നിന്നും സ്വന്തം ബന്ധുക്കളിൽ നിന്നും തുടരെയുണ്ടായ കടുത്ത എതിർപ്പുകളെ പിന്നീട് അതിജീവിക്കാൻ കഴിയാതെ വന്നതോടെ 21ാമത്തെ വയസ്സിൽ അവർ അഭിനയ രംഗത്തോട് വിട പറഞ്ഞു. ഏറെ കാലങ്ങൾക്കു ശേഷം അഭിനയ രംഗത്തേക്ക് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ച അവർ ആരാധന, ആ പെൺകുട്ടി നീയായിരുന്നെങ്കിൽ തുടങ്ങി ഏതാനും ചിത്രങ്ങളിൽ ചെറുവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു.